ബിജെപിക്കാരനായ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കാണാത്തതെന്താണ് സെൻസർ ബോർഡ് കണ്ടത്? നിയമ പോരാട്ടത്തിന് JSK, കൊച്ചി. I'm against a criminal. An inhuman. സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാതെ പ്രദർശനാനുമതി വൈകിക്കുന്നതിനെതിരെ JSP ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ അണിയറ പ്രവർത്തകർ നിയമ പോരാട്ടത്തിന്. അവർക്കറിയുന്ന പണി അവരെടുക്കട്ടെ, നമുക്ക് നമ്മുടെ പണി കൊടുക്കാം. പ്രദർശനാനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിച്ചു. കോസ്മോ എന്റർടൈനിംഗ് ഫയൽ ചെയ്ത ഹർജി ബുധനാഴ്ച ജസ്റ്റിസ് N നഗരേഷിന്റെ ബെഞ്ച് പരിഗണിക്കും. ജൂൺ 12-ന് സെൻസർ സർട്ടിഫിക്കറ്റിനായി അപേക്ഷ നൽകിയിട്ടും ഇതുവരെ ലഭിച്ചില്ലെന്ന് ഹർജിയിൽ പറയുന്നു. സിനിമയുടെ പേരും കഥാപാത്രത്തിന്റെ പേരും ജാനകി എന്നായതാണ് സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കാൻ കാരണമെന്നാണ് അനൌദ്യോഗികമായി അറിയിച്ചിരിക്കുന്നതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പൊ സത്യം ചെയ്യുന്ന സ്ഥലമൊന്നും അല്ലേ സാറേ ഈ കോടതി? ജൂൺ 27-നാണ് ചിത്രം റിലീസ് ചെയ്യാനിരുന്നത്. കാരണം പോലും പറയാതെയാണ് പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുന്നതെന്ന് സിനിമയുടെ സംവിധായകൻ പ്രവീൺ നാരായണൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. തെളിവുകൾ ജയിക്കുന്നവർ, അതാണ് കോടതി. നടന്ന സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കഥ സിനിമയാക്കിയിരിക്കുന്നത്. സിനിമയുടെ ടൈറ്റിലും കഥാപാത്രത്തിന്റെ പേരും മാറ്റണമെന്നാണ് സെൻസർ ബോർഡ് വാക്കാൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അങ്ങനെ ചെയ്യണമെങ്കിൽ ഇനി കോടിക്കണക്കിന് രൂപയുടെ ചെലവും സമയനഷ്ടവും നേരിടേണ്ടി വരുമെന്ന് പ്രവീൺ പറഞ്ഞു. ബോർഡ് ഇതുവരെ കാരണം കാണിച്ചുകൊണ്ടുള്ള നോട്ടീസ് നൽകാത്തതിനാൽ സിനിമയുടെ റിലീസ് സംബന്ധിച്ച് ഏറെ ആശങ്കയിലാണെന്നും പ്രവീൺ പറഞ്ഞു. ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാരിൽ ഒരാൾ BJPക്കാരനാണ്. അദ്ദേഹം കാണാത്ത എന്താണ് ബോർഡ് കണ്ടതെന്ന് അറിയില്ല. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകൂവെന്നാണ് ചിത്രത്തിലെ നായകനും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയെ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞതെന്നും പ്രവീൺ പറഞ്ഞു. ഒരു വക്കീലിനോട് സംസാരിക്കാം, പക്ഷെ താൻ തോന്നിയോട്